ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചു. ക്ലബ്ബുകളെയും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെയും സംഘാടകരായ FSDL വിവരമറിയിച്ചു. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനുമായി ധാരണയിലെത്താൻ ISL അധികൃതർക്കായില്ല. സെപ്റ്റംബറിലാണ് ലീഗ് തുടങ്ങേണ്ടിയിരുന്നത്. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകും. മഹേഷ്, എന്താണ് ഇത്തരത്തിൽ ടൂർണമെന്റ് നീട്ടിവെക്കാൻ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ കാരണം? അനീഷ, ISL അധികൃതർ, അതായത് FSDLും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള ഒരു ധാരണ 2010 മുതലുള്ള ഒരു ധാരണയായിരുന്നു. അത് 2025 ഡിസംബർ 8-ാം തീയതി, ഈ വരുന്ന ഡിസംബർ 8-ാം തീയതി അവസാനിക്കുകയാണ്. അതിനുശേഷം പുതിയ ധാരണ ഉണ്ടാക്കണം എന്നുള്ളത് കൂടിയാലോചനകൾ നേരത്തെ നടന്നിരുന്നു. പക്ഷേ അതൊരു അന്തിമമായ രൂപത്തിലേക്ക് എത്തിയില്ല. അതിൽ സംരക്ഷണാവകാശമുണ്ട്, കളിക്കാരെ വിട്ടു നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ധാരണ എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ISL അനിശ്ചിതകാലത്തേക്കായി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ സംഘാടകർ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെയും ഒപ്പം ക്ലബ്ബുകളെയും അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ചാണെങ്കിൽ ഒരു ദീർഘനാളത്തേക്ക് ഈ ISL ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ധാരണ അനുസരിച്ച് ഡിസംബർ 8 വരെയാണ് നിലവിലുള്ള ധാരണ. അതനുസരിച്ച് ഓരോ തവണ മത്സരങ്ങൾ നടത്തുമ്പോഴും AFFന് ഒരു വലിയ തുക ഈ സംഘാടകർ നൽകുന്നുണ്ടായിരുന്നു. അതിന് ബദലായി മറ്റൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. നിലവിലുള്ള മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെന്റ് പ്രകാരം അതിൽ സംരക്ഷണാവകാശം ഉൾപ്പെടെയുണ്ട്. അത് പ്രകാരം ആണ് ഈ ഒരു ഗ്രാൻഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എമൗണ്ട് എല്ലാ വർഷവും ഓരോ സീസണിലും നൽകിയിരുന്നത്. അതിന് പകരം 60% ക്ലബ്ബുകൾക്ക് ഓഹരിയുള്ള, 26% FSDLന് ഓഹരിയുള്ള, 14% മാത്രം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഓഹരിയുള്ള ഒരു പുതിയ കമ്പനിയായി രൂപീകരിക്കാനുള്ള ഒരു പ്ലാൻ, അങ്ങനെ ഒരു പദ്ധതി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു അന്തിമ തീരുമാനം ഉണ്ടായില്ല. മാത്രമല്ല, അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭരണഘടനയും ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ മാസം 14-ാം തീയതി ഈ വരുന്ന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ വിധിയും വരേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിലൊരു തീരുമാനമുണ്ടാകുക. എന്തായാലും നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ ISL ഭാരവാഹികൾ അധികൃതർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്രകാരം ഡിസംബർ 8 വരെയുള്ള ഒരു എഗ്രിമെന്റ് പ്രകാരം ഈ ടൂർണമെന്റ് നടത്താൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നീട്ടിവെക്കുന്നു എന്നുള്ളൊരു കാര്യം അറിയിച്ചിരിക്കുന്നു. ക്ലബ്ബുകളെയും അറിയിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ പല ക്ലബ്ബുകളും അവരുടെ പരിശീലനങ്ങളും മറ്റും തന്നെ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. പുതിയ താരങ്ങളെ കൊണ്ടുവരാനുള്ള പദ്ധതികളൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഇനിയിപ്പോൾ അനിശ്ചിതമായി നീളും എന്നുള്ളതാണ്. മാറ്റിവെച്ചിരിക്കുന്നു. എത്ര നാളത്തേക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമില്ല. പുതിയ ധാരണ വരണം. ആ ധാരണ അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തിയാൽ മാത്രമാകും ISL പുതിയ സീസൺ ഇനി ആരംഭിക്കുക. അനീഷ. ശരി, മഹേഷ് പോലൂരാണ് വിവരങ്ങൾ നൽകി.